നമസ്കാരം. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിയെ കാണുമ്പോൾ കവാത്തുമറക്കുന്നത് സിപിഐയുടെ നാശത്തിനെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്തിന്റെ താവളം. സ്വന്തം രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരായ എഡിജിപിയെയും പി ശശിയെയും മുഖ്യമന്ത്രി സംരക്ഷിക്കും. പൂരം കലക്കിയതിൽ ആരോപണവിധേയനായ എഡിജിപി തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട് ആരും വിശ്വസിക്കില്ലെന്നും മുഖ്യമന്ത്രിയുടെയും പരിവാരങ്ങളുടെയും അധികാരധാർഷ്ട്യം ഏറെ നാൾ നിലനിൽക്കില്ലെന്നും രമേശ് ചെന്നിത്തല. ഇറിഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കത്തെ തുടർന്ന് തൃശൂരിൽ യുവാവിനെ മർദ്ദിച്ചുകൊന്ന സംഭവത്തിൽ 5 പേർ പോലീസ് കസ്റ്റഡിയിൽ. സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന് പോലീസ്. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് തമിഴ്നാട് സ്വദേശി ചാൾസ് ബെഞ്ചമിൻ എന്ന അരുൺ. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിന്റെ പേരിൽ പ്രതിക്കൂട്ടിലായത് ഇടതുപക്ഷമെന്ന മുൻമന്ത്രി VS സുനിൽകുമാർ. പൂരം നിർത്തിവെക്കാൻ ആരാണ് തീരുമാനിച്ചതെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാകും. തൃശൂർ പൂരത്തെ NDA സ്ഥാനാർത്ഥിയുടെ രാഷ്ട്രീയ വിജയത്തിന് കരുവാക്കിയെന്നും VS സുനിൽകുമാർ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ കോൺഗ്രസിന്റെ പ്രതിഷേധ കൂട്ടായ്മ. ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽവൽക്കരണം അവസാനിപ്പിക്കണം. രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കോൺഗ്രസ്. വന്യജീവികളിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെട്ട് ഒലവക്കോട് DFO ഓഫീസിലേക്ക് കർഷക സംഘം മാർച്ച്. കർഷക സംരക്ഷണം എന്ന ഇടതു സർക്കാർ നയത്തെ തുരങ്കം വയ്ക്കാനുള്ള ചില ഉദ്യോഗസ്ഥരുടെ ശ്രമം വെച്ചുപൊറുപ്പിക്കില്ലെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ. സഹകരണ മേഖല ജനവിരുദ്ധമാണെന്ന തോന്നലുണ്ടായതിന് ഉത്തരവാദി സംസ്ഥാന സർക്കാരെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. സഹകരണ മേഖലയെ സർക്കാരിന്റെ ധൂർത്തടിക്കാൻ പണം കണ്ടെത്തുന്ന മേഖലയാക്കി മാറ്റി. വേതന കുടിശ്ശിക ആവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് അസോസിയേഷൻ ധർണ. പാലക്കാട് കുളപ്പള്ളി പാതയിലെ കല്ലേക്കാട് ബസ് ഇടിച്ച് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. മരിച്ചത് കല്ലേക്കാട് സ്വദേശി 21 വയസ്സുള്ള ഷാമിൽ. പട്ടാമ്പി കൂറ്റനാട് പാതയിലെ വാവന്നൂരിൽ നിയന്ത്രണം വിട്ട കാർ കുറ്റിക്കാട്ടിലേക്ക് പാഞ്ഞുകയറി. കാറിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഡ്രൈവിംഗ് ടെസ്റ്റ് നടപടികൾ വേഗത്തിലാക്കാൻ അധിക ബാച്ച് അനുവദിച്ച് പട്ടാമ്പി RTO. ഒക്ടോബർ മാസത്തിൽ 12 അധിക ബാച്ച് അനുവദിച്ചതിലൂടെ 480 പേർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനാകും. പട്ടാമ്പിയിലേത് മറ്റ് ഓഫീസുകളിലും നടപ്പാക്കാവുന്ന മാതൃക. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രിയെ കാണുമ്പോൾ കവാത്തുമറക്കുന്നത് CPIയുടെ നാശത്തിനാണെന്ന് AICC പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. കേരളത്തിലെ പൂരം കലക്കൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുടെ കാരണക്കാരൻ മുഖ്യമന്ത്രിയാണെന്നും ചെന്നിത്തല പാലക്കാട്ട് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നിഗൂഢ രഹസ്യങ്ങൾ അറിയാവുന്ന P ശശിയെയും ADGPയെയും മുഖ്യമന്ത്രി സംരക്ഷിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. CPIക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒരു നിലപാടില്ലാത്തൊരു പാർട്ടിയാണ്. പറയുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ അവർ മറക്കുക. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നു പറഞ്ഞ പോലെ CPMനെ കാണുമ്പോൾ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഇല്ലാതാവുകയാണ്. അത് പുതിയ കാര്യമല്ല. കഴിഞ്ഞ കുറേ നാളുകളായി അഭിപ്രായമില്ലാത്ത ഒരു പാർട്ടിയായി കേരളത്തിലെ CPI മാറിയിരിക്കുന്നു. തൃശൂർ പൂരം കലക്കിയതിൽ ആരോപണ വിധേയനായ ADGP തന്നെ അന്വേഷിച്ച് സമർപ്പിച്ച റിപ്പോർട്ട് ആരും വിശ്വസിക്കില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്തിന്റെ താവളമാണ്. ഇതിന് കൂട്ടുനിൽക്കുന്നവരാണ് ADGPയും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുമെന്നാണ് PV അൻവർ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ നിഗൂഢ രഹസ്യങ്ങൾ അറിയാവുന്ന P ശശിയെയും ADGPയെയും മുഖ്യമന്ത്രി സംരക്ഷിക്കും. ADGPയുടെ തെറ്റായ റിപ്പോർട്ട് DGP എന്തുകൊണ്ട് മടക്കുന്നില്ലെന്നതിലും സംശയമുണ്ട്. മുഖ്യമന്ത്രിയുടേത് അധികാരത്തിന്റെ ധാർഷ്ട്യമാണ്. പിണറായി വിജയന്റെയും പരിവാരങ്ങളുടെയും ധാർഷ്ട്യവും ധിക്കാരവും അധികനാൾ നിലനിൽക്കില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. നമ്മൾ ആലോചിക്കണം, കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുക, കൊലപാതകത്തിന് കൂട്ടുനിൽക്കുക, ആളുകളെ തട്ടിക്കൊണ്ടു പോവുക, അതുപോലെ തന്നെ പണം അനധികൃതമായ പണമിടപാടുകൾ നടത്തുക, ഇതെല്ലാം ഗുരുതരമായ തെറ്റുകളാണ്. ആ തെറ്റുകൾ ചെയ്ത ആളുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെ മുഴുവൻ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് എത്ര അവകാശമാണ്. എല്ലാ കൊള്ളക്കാരുടെയും താവളമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഉണ്ടായപ്പോൾ ഞാൻ ശിവശങ്കറിനെതിരെ ആരോപണം ഉന്നയിച്ചു. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു, അന്ന് IAS ഉദ്യോഗസ്ഥന്മാരുടെ മനോവീര്യം തകർക്കാനാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
തൃശൂർ പൂരം അലങ്കോലമായതിന്റെ പേരിൽ പ്രതിക്കൂട്ടിലായത് ഇടതുപക്ഷമാണെന്ന് മുൻ മന്ത്രി VS സുനിൽകുമാർ. തന്റെ സംശയങ്ങൾ ദൂരീകരിക്കാൻ കഴിയുന്ന അന്വേഷണ റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. 1200 പേജുള്ള റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പരിശോധിക്കാൻ സമയം വേണമെന്നും റിപ്പോർട്ട് പരിശോധിച്ച ശേഷം നിലപാട് വ്യക്തമാക്കുമെന്നും സുനിൽകുമാർ തൃശൂരിൽ പറഞ്ഞു. പൂരം അലങ്കോലപ്പെട്ടത് സംബന്ധിച്ച് വരുന്ന വർഷത്തെ പൂരത്തിനു മുമ്പ് വ്യക്തതയുണ്ടാകണമെന്ന് VS സുനിൽകുമാർ ആവശ്യപ്പെട്ടു. അടുത്ത വർഷം പൂരമുണ്ടാകുമ്പോൾ ഒരു തർക്കവും ഉണ്ടാകാൻ പാടില്ല. എത്രയും പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനമെടുക്കണം. ഇതൊരു കൺക്ലൂഷനിലെത്തണം. കാരണം തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം എന്നും തർക്കിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമില്ല. ഈ അടുത്ത പൂരത്തിന്റെ നടപടിയിലേക്ക് ആൾക്കാർ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ച് പോകേണ്ട ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഈ പൂരം എന്ന് പറഞ്ഞുകൊണ്ട് ഈ തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവണം. പൂരം നിർത്തിവെക്കാൻ ആരാണ് തീരുമാനിച്ചതെന്ന് പ്രധാന വിഷയമാണ്. ഈ സംഭവത്തിൽ പ്രതിക്കൂട്ടിലായത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും ഇടതുപക്ഷവുമാണ്. തന്റെ സംശയങ്ങൾ ദൂരീകരിക്കാൻ കഴിയുന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. റിപ്പോർട്ട് പുറത്തു വന്നാൽ നിലപാട് വ്യക്തമാക്കും. ആരാണ് തീരുമാനിച്ചത്, എന്താണ് ഒരു കാരണം, അത് ഇതുകൊണ്ട് മാത്രമാണോ? തൃശ്ശൂർ പൂരം പോലെയുള്ള ഒരു വലിയ ഇവന്റ് അങ്ങനെ ഒരു പെട്ടെന്ന് അർദ്ധരാത്രിയിലെ ഒരു ഘട്ടത്തിൽ നിർത്തിവെക്കാൻ ഇടയാക്കുന്ന എങ്ങനെയാണ്? അവിടെയാണ് പെട്ടെന്ന് ആംബുലൻസിൽ വരുന്നു, രംഗപ്രവേശനം നടത്തുന്നു, പിന്നെ അതിന്റെ ജഗപൊക പരിപാടികൾ നടക്കുന്നു, പിന്നീട് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെല്ലാം വളരെ വലിയ പ്രചരണം നടക്കുന്നു. പിന്നെ കേരളം മുഴുവനും പിടിച്ചു കുലുക്കുന്ന ചർച്ചയാക്കി തൃശ്ശൂർ പൂരത്തെ തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ മാറ്റുന്നു. അതിൽ പ്രതിക്കൂട്ടിലായി നിൽക്കുന്നവരാരാണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകളാണ് അതിന് പ്രതിക്കൂട്ടി നിൽക്കുന്നത്. അന്വേഷണം ഇഴഞ്ഞു നീങ്ങി എന്നത് യാഥാർത്ഥ്യമാണ്. തൃശൂർ പൂരത്തെ NDA സ്ഥാനാർത്ഥിയുടെ രാഷ്ട്രീയമായ വിജയത്തിനു വേണ്ടി കരുവാക്കി. അതിൽ ആരൊക്കെ ഇടപെട്ടു എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. റിപ്പോർട്ട് നിലവിൽ സർക്കാരിന്റെ പരിഗണനയിലാണ്. ഗവൺമെന്റ് ആ റിപ്പോർട്ടിന്മേൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഔദ്യോഗികമായ പ്രതികരണത്തിന് കഴിയൂ. റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ പല വാർത്തകളും വരുന്നുണ്ട്. 1200 പേജുള്ള റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പരിശോധിക്കാൻ സമയം വേണം. റിപ്പോർട്ടിൽ കൂടുതൽ അന്വേഷണം വേണോ എന്നുള്ളത് സർക്കാരിന്റെ തീരുമാനമാണ്. റിപ്പോർട്ട് പുറത്തുവരുന്നതോടെ ദുരൂഹതയുടെ ചുരുളഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സുനിൽകുമാർ പറഞ്ഞു. അപ്പൊ അതിനുശേഷം അത് ഗവൺമെന്റ് എന്താണ് ആ റിപ്പോർട്ടിന്മേൽ ചെയ്യാൻ പോകുന്നത് എന്നത് അറിഞ്ഞതിന് ശേഷം മാത്രമേ ആ റിപ്പോർട്ട് സംബന്ധിച്ച് നമുക്കൊരു ഔദ്യോഗികമായ ഒരു പ്രതികരണം നടത്താൻ കഴിയുള്ളൂ. അതല്ലാതെ നമ്മൾ പിന്നെ പത്രമാധ്യമങ്ങൾ ധാരാളം വാർത്തകൾ വരുന്നുണ്ട്. റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തെ പറ്റിയിട്ടുള്ള നിരവധി വാർത്തകൾ വരുന്നുണ്ടെങ്കിലും ആ 1200 പേജ് ഉള്ളതാണ് ആ റിപ്പോർട്ട് എന്നുള്ളതും വാർത്തയിൽ വന്നിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ആ റിപ്പോർട്ടിനകത്തുള്ള ഉള്ളടക്കം നമുക്ക് പരിശോധിക്കാൻ സമയം കിട്ടണം. അപ്പൊ സർക്കാർ ഇത് പരിശോധിച്ചിട്ട് ADGPയുടെ റിപ്പോർട്ട് അത് തള്ളേണ്ടതാണോ അതല്ല കൂടുതൽ നടപടി ആവശ്യമുള്ളതാണോ എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനാണ്. പൂരം അലങ്കോലപ്പെടുത്തിയത് ആസൂത്രിതമായിരുന്നു എന്ന ചർച്ച ജനസമൂഹത്തിൽ നടക്കുന്നത് ആശ്വാസകരമാണ്. എന്തുതന്നെയായാലും യാഥാർത്ഥ്യം പുറത്തുവരണമെന്നും VS സുനിൽകുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഇറിഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കത്തെ തുടർന്ന് തൃശൂരിൽ യുവാവിനെ മർദ്ദിച്ചു കൊന്ന സംഭവത്തിൽ 5 പേർ പോലീസ് കസ്റ്റഡിയിൽ. സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. തമിഴ്നാട് മേട്ടുപ്പാളയം സ്വദേശി ചാൾസ് ബെഞ്ചമിൻ എന്ന അരുൺ ആണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ള 3 പേരടക്കം 5 പേരെയാണ് തൃശൂരിൽ നിന്നും കണ്ണൂരിൽ നിന്നുമായി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്ന് കേസിൽ 11 പ്രതികളുണ്ടെന്ന് കണ്ടെത്തി. മുഖ്യ പ്രതികളിൽ ഒരാളായ കണ്ണൂർ സ്വദേശി സാദിഖ് ഒളിവിലാണ്. പ്രതികൾക്കായി കണ്ണൂർ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് കയ്പമംഗലം പോലീസ് അന്വേഷണം തുടരുകയാണ്. ഒരു കണ്ണൂർ സ്വദേശിയും തൃശൂർ ജില്ലക്കാരായ 4 പേരുമാണ് പിടിയിലായിരിക്കുന്നത്. തമിഴ്നാട് മേട്ടുപ്പാളയം സ്വദേശിയായ 40-കാരൻ ചാൾസ് ബെഞ്ചമിൻ എന്ന അരുണിനെയാണ് മർദ്ദിച്ചു കൊന്ന ശേഷം മൃതദേഹം ആംബുലൻസിൽ കയറ്റിവിട്ടത്. ഇറിഡിയം നൽകാമെന്ന് പറഞ്ഞ് പലപ്പോഴായി 60 ലക്ഷത്തിലധികം രൂപ തട്ടിച്ചതിലുള്ള വൈരാഗ്യത്തിലായിരുന്നു കൊലപാതകം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ കല്ലേക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം ബസ്സിടിച്ച് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. കല്ലേക്കാട് പൊടിപ്പാറ വീട്ടിൽ 21-കാരൻ ഷാമിലാണ് മരിച്ചത്. പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ കല്ലേക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം ചൊവ്വാഴ്ച ഉച്ചയോടുകൂടിയാണ് അപകടം നടന്നത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷാമിലിനെ ഉടൻ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് റാഷി
ഗുരുതര പരിക്കുകളോടെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടത്തിൽ ഇരുവരും സഞ്ചരിച്ചിരുന്ന ബൈക്ക് പൂർണ്ണമായും തകർന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പട്ടാമ്പി കൂറ്റനാട് പാതയിൽ വാവന്നൂരിൽ നിയന്ത്രണം വിട്ട കാർ കുറ്റിക്കാട്ടിലേക്ക് പാഞ്ഞുകയറി. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു അപകടം. കാറിലുണ്ടായിരുന്ന 5 പേർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പട്ടാമ്പി കൂറ്റനാട് പാതയിൽ വാവന്നൂരിലാണ് നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ കുറ്റിക്കാട്ടിലേക്ക് പാഞ്ഞുകയറിയത്. റോഡിൽ നിന്നും 10 മീറ്ററോളം ദൂരം വരെ എത്തിയാണ് കാറ് നിന്നത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയായിരുന്നു അപകടമുണ്ടായത്. ഒരു കുട്ടിയും 2 സ്ത്രീകളും 2 പുരുഷന്മാരും ഉൾപ്പെടെ 5 പേരാണ് കാറിൽ യാത്ര ചെയ്തിരുന്നത്. ഇവർ പരിക്കുകളില്ലാതെ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. കാർ നിയന്ത്രണം വിട്ടതറിഞ്ഞ് ഉടൻ നാട്ടുകാരെത്തി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. പട്ടാമ്പി ഭാഗത്തുനിന്നും കൂറ്റനാട്ടെ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ടത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കർഷക സംരക്ഷണമെന്ന ഇടതു സർക്കാർ നയത്തെ തുരങ്കം വയ്ക്കാനുള്ള ചില ഉദ്യോഗസ്ഥരുടെ ശ്രമം വിലപ്പോകില്ലെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ. വന്യജീവികളിൽ നിന്നും സംരക്ഷണം ആവശ്യപ്പെട്ട് ഒലവക്കോട് DFOയുടെ കാര്യാലയത്തിലേക്ക് കർഷക സംഘം നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷകരെ സംരക്ഷിക്കുമെന്നതാണ് സർക്കാർ നയം. എന്നാൽ യഥാസമയം നഷ്ടപരിഹാര കണക്കെടുപ്പ് നടത്തി കർഷക സംരക്ഷണം ഉറപ്പാക്കേണ്ട ഉദ്യോഗസ്ഥർ സർക്കാർ നയത്തെ തുരങ്കം വയ്ക്കുകയാണ്. കഴിഞ്ഞ കുറേ കാലമായി വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിനും പരിക്കേറ്റവർക്കും വിള നശിച്ചവർക്കും നഷ്ടപരിഹാരം ലഭിക്കുന്നില്ലെന്നത് ഖേദകരമാണ്. അപകട സാധ്യതകൾ മുൻകൂട്ടി കണ്ട നടപടി സ്വീകരിക്കാൻ വനപാലകർ തയ്യാറാകണമെന്നും CK രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു. 2014 ഭേദഗതി അയച്ചു എന്നതും കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം വകുപ്പ് അത് അനുവദിച്ചുവെന്നും റിപ്പോർട്ട് വന്നു. പക്ഷേ അന്ന് ജിയോ ടാഗിംഗ് ഉൾപ്പെടെയുള്ള രേഖകൾ കൃത്യമായിട്ട് സമർപ്പിക്കാൻ അന്നത്തെ ഗവൺമെന്റിന് സാധിച്ചില്ല. അതാണ് ഇപ്പൊ കാരണം പറയുന്നത്. ഇപ്പൊ 2015-ലും 2017-ലും 2018-ലും 2022-ലും ഇപ്പൊ 2024-ലും വന്ന കരടിലെല്ലാം ആ 123 വില്ലേജുകൾ ഈ ESIയിൽ ഉൾപ്പെടുന്നതാണ്. ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. നേരത്തെ പറഞ്ഞ 20% വരെയൊക്കെയുള്ള പ്രദേശങ്ങളാണെങ്കിൽ ആ പ്രദേശം മാത്രമാണ് ഇതിന്റെ പരിധിയിൽ വരിക. ഇപ്പോ 20% ഇതിന്റെ പരിധിയിൽ വന്നാൽ അത് ആ വില്ലേജ് മുഴുവൻ ബാധകമാകുക. അങ്ങനെയാണ് ഇത് കണക്കാക്കിയിട്ടുള്ളത്. ഈ ഒരു വില്ലേജിലെ ജനങ്ങൾ എവിടേക്ക് പോകും? കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് KD പ്രസേനൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സുഭാഷ് ചന്ദ്രബോസ്, ജോസ് മാത്യു, സഹദേവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പെരിങ്ങോട്ടുകുറിശി പെരുവല തെക്കുംപാടം പാടശേഖര സമിതിയുടെ കീഴിലെ കർഷകരുടെ 40 ഹെക്ടറോളം വരുന്ന 2ാം വിള നെൽകൃഷി നഷ്ടത്തിൽ. നഷ്ടം സംഭവിച്ച കർഷകർക്ക് ഉടൻ വിള പരിരക്ഷാ തുക വിതരണം ചെയ്യണമെന്ന് കൃഷിയിടം സന്ദർശിച്ച മുൻ MLA AV ഗോപിനാഥ് ആവശ്യപ്പെട്ടു. കൃഷിക്ക് നഷ്ടം സംഭവിച്ചതോടെ പെരിങ്ങോട്ടുകുറിശി പെരുവല തെക്കുംപാടം പാടശേഖര സമിതിയിലെ ആകെയുള്ള 188 കൃഷിക്കാരിൽ 130 പേർക്കും വൻ നഷ്ടമാണ് സംഭവിച്ചത്. പെരുവല തെക്കുംപാടം പാടശേഖരം മുൻ MLA AV ഗോപിനാഥ്, പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കേരളകുമാരി, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സന്ദർശിച്ചു. സമിതിയിൽ സംഭവിച്ചത് വൻ നഷ്ടമാണെന്നും ഉചിതമായ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാവണമെന്നും ഇൻഷുറൻസ് തുക കൃഷിക്കാർക്ക് അടിയന്തരമായി ലഭിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും AV ഗോപിനാഥ് ആവശ്യപ്പെട്ടു. ഒരു മണി നെല്ല് പോലും കർഷകന് കിട്ടാത്തൊരവസ്ഥയിൽ ഒരുപാട് ആളുകൾ കൊയ്യുന്നില്ല, കൂട്ടിക്കളയാണ്. കാരണം കൊയ്യാൻ നഷ്ടം അതിലേറെ വരും. അവരെ ഭീമമായ സാമ്പത്തിക നഷ്ടം കർഷകരെ ഈ സീസൺ അനുഭവിക്കാൻ പോവുകയാണ്. അത് പരിഹരിക്കേണ്ടത് ഗവൺമെന്റിന്റെ ബാധ്യതയിൽപ്പെട്ടാണ്, ഉദ്യോഗസ്ഥന്മാരുടെ ബാധ്യതയിൽപ്പെട്ടാണ്. അടിയന്തരമായ നടപടി എടുത്തിട്ടില്ലെങ്കിൽ പല സ്ഥലത്തും ഉണ്ടായതുപോലെ കർഷകർ സൂസൈഡ് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകും. പാടശേഖരം കൃഷി ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. സമിതി സെക്രട്ടറി KU ശ്രീനിവാസൻ, പ്രസിഡന്റ് വിജയകൃഷ്ണൻ, PV കൃഷ്ണൻകുട്ടി പൂവത്തിങ്കൽ, വാസു വലിയപറമ്പ്, PK പരമേശ്വരൻ, കണ്ണൻ മഞ്ഞപ്പംകുന്ന് എന്നീ കർഷകർ സന്ദർശക സംഘത്തിന് മുന്നിൽ കാര്യങ്ങൾ വിവരിച്ചു. 2ാം വിള കൃഷി നശിച്ചതോടെ കർഷകർ കൊയ്തെടുക്കാതെ ഉപേക്ഷിക്കുകയാണ്. കൊയ്ത്തുകൂലി കൊടുക്കാൻ പോലും നെല്ല് കിട്ടിയില്ലെന്നാണ് കർഷകർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വർഷങ്ങളായി കുത്തകയാക്കി വെച്ചിരുന്ന യൂണിവേഴ്സിറ്റി ഭരണം നഷ്ടമായതിലുള്ള അങ്കലാപ്പും പ്രതികാര മനോഭാവവുമാണ് SFIയെ വിദ്യാർത്ഥി വിരുദ്ധ സമരങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നതെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ നിത ഫാത്തിമ. വ്യാഴാഴ്ച പാലക്കാട് വിക്ടോറിയ കോളേജിൽ ആരംഭിക്കുന്ന
സർവകലാശാല ലിറ്ററേച്ചർ ഫെസ്റ്റിനെ കുറിച്ച് വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിനിടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു നിദ ഫാത്തിമ. UDSFന്റെ ഭരണകാലാവധി കുറയ്ക്കാനും യൂണിയൻ തീരുമാനങ്ങൾ അട്ടിമറിക്കാനുമാണ് SFI അനാവശ്യ സമരം നടത്തുന്നതെന്നും നിദ ഫാത്തിമ പ്രസ് ക്ലബ്ബിൽ ചോദ്യത്തിനുത്തരമായി പറഞ്ഞു. SFI അടക്കിവാണ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അവർക്ക് നഷ്ടമായതിനു പുറമെ മറ്റ് യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും SFI പ്രാതിനിധ്യം ഗണ്യമായി കുറഞ്ഞു. ഇതിന്റെ അങ്കലാപ്പിലാണ് സംഘടന. SFIയുടെ സമരത്തിന് ഡീൻ, രജിസ്ട്രാർ, സിൻഡിക്കേറ്റ്, ഉന്നത വിദ്യാഭ്യാസ വിഭാഗം എന്നിവയുടെ പിന്തുണയുമുണ്ടെന്നും നിദ ഫാത്തിമ പറഞ്ഞു. അപ്പോൾ ഇവർ പറയുന്നത് ഇവരുടെ ഒരു ന്യായം, SFIയുടെ ഒരു വാക്ക് എന്ന് പറയുന്നത് FIUGP കലണ്ടർ പ്രകാരം സെപ്റ്റംബർ 30 മുന്നേ ഇലക്ഷൻ നടത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഈ FIUGP കലണ്ടർ പ്രകാരം അത്തരത്തിൽ നടത്താൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സാധിക്കില്ല. കാരണം ഈ ഒക്ടോബർ 3 വരെ PG അഡ്മിഷൻ ഉണ്ട്, LLB അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, LLM അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ യൂണിവേഴ്സിറ്റിയിലെ BPED ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകളുടെ അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഈ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒന്നും കംപ്ലീറ്റ് ചെയ്യുന്നില്ല. എന്നാൽ കൂടെ ഈ അഡ്മിഷൻ എടുക്കുന്ന ഓരോ വിദ്യാർത്ഥികളിൽ നിന്നും യൂണിയന്റെയും പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ഫണ്ട് യൂണിവേഴ്സിറ്റി അവരുടെ അഡ്മിഷൻ സമയത്ത് എടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്തിട്ട് പോലും അവർക്ക് വോട്ടവകാശം നിഷേധിക്കുന്ന രീതിയിലേക്കാണ് SFI പോകുന്നത്. സെപ്റ്റംബർ 26 പാലക്കാട് വിക്ടോറിയ കോളേജിലാണ് സർവകലാശാല ലിറ്ററേച്ചർ ഫെസ്റ്റ് ആരംഭിക്കുന്നത്. പെരുവനം കുട്ടന്മാരാർ മേള ഉദ്ഘാടനം ചെയ്യുമെന്നും 5 വേദികളിലായി നടക്കുന്ന മേളയിൽ 1500ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കുമെന്നും നിദ ഫാത്തിമ അറിയിച്ചു. നമ്മൾ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ നേതൃത്വത്തിൽ, യൂണിവേഴ്സിറ്റി യൂണിയന്റെ നല്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തന്നെ കീഴിൽ ഇത്തരത്തിലൊരു പരിപാടി നടക്കുന്നത്. 5 വേദികളിലായി വിക്ടോറിയ കോളേജിൽ 2 ദിവസങ്ങളിൽ സാഹിത്യ, സാമൂഹിക, സാംസ്കാരിക, സിനിമ, രാഷ്ട്രീയ മേഖലയിൽ നിന്നുമായി 100ഓളം പ്രതിഭകൾ പങ്കെടുക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ KSU ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി, അജാസ് കുഴൽമന്ദം എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഡ്രൈവിംഗ് ടെസ്റ്റ് നടപടികൾ വേഗത്തിലാക്കാൻ അധിക ബാച്ച് അനുവദിച്ച് പട്ടാമ്പി RTO. ഒക്ടോബർ മാസത്തിലെ 12 അധിക ബാച്ചിലൂടെ 480 അപേക്ഷകർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനാകും. മറ്റ് RTO ഓഫീസുകളും ഈ മാതൃക നടപ്പാക്കിയാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പ്രതിസന്ധി പരിഹാരമാകും. ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം വെട്ടിക്കുറച്ചതോടെ വലിയ പ്രതിസന്ധിയാണ് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് മേഖലയിൽ ഉണ്ടാകുന്നത്. ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളുടെ നേതൃത്വത്തിൽ നിരവധി പ്രക്ഷോഭങ്ങളും നേരത്തെ നടന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് പട്ടാമ്പി സബ് RTO ഓഫീസിൻ്റെ നേതൃത്വത്തിൽ ഒക്ടോബർ മാസത്തിൽ അധിക ബാച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് നടപ്പാക്കുന്നത്. ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ പട്ടാമ്പി മേഖലാ കമ്മിറ്റി ഭാരവാഹികൾ നിരന്തരം ആവശ്യമുന്നയിക്കുകയും ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായാണ് അധിക ടെസ്റ്റ് നടത്താൻ തീരുമാനമായത്. നിലവിൽ ലേണിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് കാത്തിരിക്കുന്ന അപേക്ഷകർക്കും ഡ്രൈവിംഗ് സ്കൂളുകാർക്കും ഇത് വലിയ ആശ്വാസമാകുമെന്ന് ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗമായ N കൃഷ്ണദാസ് പറഞ്ഞു. ഇപ്പോൾ ഓൾറെഡി 4 ദിവസം സ്ലോട്ട് നടക്കുന്നുണ്ട്. ഇവിടെ ഓൾറെഡി 5 ദിവസം നടക്കുന്നുണ്ട്. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസം ഓൾറെഡി നടന്നായിരുന്നു. ഒക്കെ 40 എണ്ണം വെച്ചിട്ടാണ് നടന്നായിരുന്നു. വെച്ചാൽ 25 ഫ്രഷ്, 10 ഫെയിൽഡ്, 5 സാറുമാർക്ക് കൊടുക്കാവുന്ന ഡേറ്റുകളായിട്ടാണ് നടന്നായിരുന്നത്. അതിന് സാർ എന്ത് ചെയ്തു, എല്ലാം മൊത്തം ബ്ലോക്ക് ചെയ്തിട്ട് ചൊവ്വ, വെള്ളി, ശനി ദിവസങ്ങൾ വീണ്ടും 40 സ്ലോട്ട് എക്സ്ട്രാ കൂട്ടി തന്നു. അങ്ങനെ ഏപ്രിൽ മാസം ലേണിംഗ് കഴിഞ്ഞിട്ട് ഒക്ടോബറിൽ കാലാവധി കഴിയുന്ന ആൾക്കാർക്കുള്ള ഒരുവിധം എല്ലാ ബെൻഡിങ്ങും തീർക്കാൻ ഞങ്ങൾക്ക് അതുകൊണ്ട് ഭയങ്കര ഉപകാരമായി. ഒക്ടോബർ മാസത്തിൽ എല്ലാ ചൊവ്വ, വെള്ളി, ശനി ദിവസങ്ങളിൽ അഡീഷണൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തും. 12 അധിക ബാച്ചുകൾ അനുവദിക്കുന്നത് മൂലം 480 അപേക്ഷകർക്ക് കൂടി ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കാൻ സാധിക്കും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കാലപ്പഴക്കം ചെന്ന് ചോർന്നൊലിക്കുന്ന മങ്കരയിലെ ഹോമിയോ ഡിസ്പെൻസറിക്ക് പുതിയ കെട്ടിടം ഒരുങ്ങുന്നു. നാഷണൽ ആയുഷ് മിഷൻ അനുവദിച്ച 30 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിട നിർമ്മാണ പ്രവൃത്തികൾ നടക്കുക. ഏകദേശം 30 വർഷത്തിലേറെ പഴക്കമുള്ള അപകടാവസ്ഥയിലായ മാങ്കുറിശ്ശിയിലുള്ള ഹോമിയോ ഡിസ്പെൻസറിക്കാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. നിലവിൽ ചുമർ വിണ്ടുകീറി അപകടാവസ്ഥയിലായ കെട്ടിടത്തിൽ ഡോക്ടറും ജീവനക്കാരും ഭീതിയോടെയാണ് കാലങ്ങളായി കഴിഞ്ഞുകൂടുന്നത്. കെട്ടിടത്തിന്റെ അവസ്ഥയെക്കുറിച്ച് നിലവിലെ ഹോമിയോ ഡോക്ടർ F. ശിവേണിയാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇതേ തുടർന്നാണ് ആശുപത്രി കെട്ടിടം പുതുക്കി പണിയാൻ നാഷണൽ ആയുഷ് മിഷൻ 30 ലക്ഷം രൂപ അനുവദിച്ചത്. വരും ദിവസങ്ങളിൽ നിർമ്മാണ പ്രവൃത്തികൾക്കുള്ള പ്രാഥമിക നടപടികൾ ആരംഭിക്കും. ഡോക്ടർ ശിവേണിയുടെ നിരന്തര ഇടപെടലാണ് പുതിയ കെട്ടിടത്തിനായുള്ള നടപടി ഉണ്ടായതെന്നും ഡോക്ടറെ അഭിനന്ദിക്കുന്നതായും സ്ഥലം സന്ദർശിച്ച മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിന് ഫണ്ട് ലഭ്യമാക്കുന്നതിന് വേണ്ടി
നമ്മൾ നാമിനെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെയും സമീപിച്ചിരുന്നു. എന്തായാലും ഈ ഡോക്ടർ വന്നതിന് ശേഷം അതിൻ്റെ പിന്നിൽ സജീവമായി ഇടപെടുകയും ഇപ്പോൾ 30 ലക്ഷം രൂപ ഇതുമായി ബന്ധപ്പെട്ട് കെട്ടിടം പുതുക്കി പണിയുന്നതിന് വേണ്ടി അനുവദിച്ച് നൽകിയിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് അടുത്ത മാസം തന്നെ കൊടുക്കും. ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള ആശുപത്രി കെട്ടിടമാണ് ഒരുങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സഹകരണ മേഖല ജനവിരുദ്ധമാണെന്ന തോന്നലുണ്ടാക്കിയതിന് ഉത്തരവാദി സംസ്ഥാന സർക്കാരെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ. വേതന കുടിശ്ശിക ആവശ്യപ്പെട്ട് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് അസോസിയേഷൻ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എ തങ്കപ്പൻ. സർക്കാരിന് ധൂർത്തടിക്കാനായി പണം കണ്ടെത്തുന്ന മേഖല മാത്രമായി സഹകരണ മേഖലയെ മാറ്റിയിരിക്കുകയാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ എന്തു ചെയ്യാൻ പാടില്ലയോ അത് മാത്രമാണ് സർക്കാർ ചെയ്യുന്നതെന്ന് എ തങ്കപ്പൻ കുറ്റപ്പെടുത്തി. സർക്കാർ ധൂർത്തിന്റെ ഉദാഹരണമാണ് വയനാട് ദുരിതാശ്വാസ എസ്റ്റിമേറ്റ്. സർക്കാർ ജീവനക്കാരെ കാണുന്നത് ശത്രുക്കളെ പോലെയാണെന്നും എ തങ്കപ്പൻ പറഞ്ഞു. മാത്രമല്ല, എല്ലാ ബാങ്ക് പ്രസിഡന്റുമാരും ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൂടി കഴിഞ്ഞിട്ട് സാധാരണഗതി പോവുക ഒപ്പിടുക വരുന്ന അത് മാറി ഇതുകൂടി കഴിഞ്ഞിട്ട് അവിടുന്ന് വരാൻ പറ്റുമെന്ന് നിർദ്ദേശം കൊടുത്തു. പിന്നെ ഇപ്പൊ കോർപ്പറേറ്റീവ് ബാങ്ക് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവരും ശമ്പളം തന്നത് കേരള ഗവൺമെന്റ് ഒന്നുമില്ല, കേന്ദ്ര ഗവൺമെന്റ്. കോർപ്പറേറ്റീവ് നിങ്ങൾ അധ്വാനിച്ചിട്ടുള്ള സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കനുസരിച്ച് ശമ്പളം നിങ്ങൾക്ക് കിട്ടും. എല്ലാവരും ഗവൺമെന്റിന്റെ ഒരു സംഭാവന നടത്തില്ല. പക്ഷെ നിങ്ങൾ ഓരോ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഓരോ ജീവനക്കാർക്കും അവർക്ക് അർഹമായിട്ടുള്ള ശമ്പളം ലഭിക്കുന്നു. പക്ഷേ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ നമ്മളെ ഉപയോഗിച്ചതിനാന്ന് പറയുമ്പോൾ ഓക്കി ദുരന്തം, വെള്ളപ്പൊക്കം, അങ്ങനെയുള്ള അവരുടെ ധൂർത്തിന് വേണ്ടി കൈയിട്ട് വാരുന്ന ഒരു സ്ഥാപനമായി മാറ്റി കോഓപ്പറേറ്റീവ് ബാങ്ക് മുഴുവൻ. ശമ്പള പരിഷ്കരണം, ക്ഷാമാശ്വാസ കുടിശ്ശിക, ആരോഗ്യ സുരക്ഷാ പദ്ധതി തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു KCEA ധർണ. പ്രസിഡന്റ് C. കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ, DCC സെക്രട്ടറി V. രാമചന്ദ്രൻ, സെക്രട്ടറി മോഹനൻ, C. ബാലൻ, KM സുരേഷ്, M. സജിത്ത് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി കുളപ്പുള്ളി പാത നവീകരണ പ്രവർത്തികൾ പുരോഗമിക്കുന്നു. നിലവിൽ ഓങ്ങല്ലൂർ മുതൽ പട്ടാമ്പി മിൽമ ചില്ലിംഗ് പ്ലാന്റ് വരെയാണ് പ്രവർത്തികൾ നടക്കുന്നത്. ഇതോടൊപ്പം റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ പൂർണ്ണമായും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന നടപടികളും നടക്കുന്നുണ്ട്. ഓങ്ങല്ലൂരിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായെങ്കിലും താലൂക്ക് തഹസീൽദാർ സ്ഥലത്തെത്തി പ്രശ്നം പരിഹരിച്ചു. എല്ലാ ഭാഗത്തെയും കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് പാത നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമെന്ന് റവന്യൂ അധികൃതർ പറഞ്ഞു. പട്ടാമ്പി നിള ആശുപത്രി മുതൽ കുളപ്പുള്ളി IPT വരെയുള്ള പാതയുടെ നവീകരണ പ്രവൃത്തികൾ ഇതിനകം പുരോഗമിച്ചു വരികയാണ്. IPT മുതൽ ഓങ്ങല്ലൂർ SBI ശാഖ വരെയുള്ള ഒന്നാംഘട്ട പ്രവൃത്തികൾ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. ഇപ്പോൾ മഴ മാറുന്നതോടെയാണ് വീണ്ടും പ്രവൃത്തികൾ തുടങ്ങിവെച്ചത്. ഈ ഘട്ടത്തിൽ ഓങ്ങല്ലൂർ മുതൽ പട്ടാമ്പി മിൽമ ചില്ലിംഗ് പ്ലാന്റ് വരെയാണ് പ്രവൃത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ ടാറിംഗ് പൊളിച്ച് മെറ്റലിംഗ് പ്രവൃത്തികൾ നടത്തിവരികയാണ്. അതേസമയം ഒപ്പം കയ്യേറ്റങ്ങളും റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചു വരുന്നുണ്ട്. ഓങ്ങല്ലൂർ ടൗണിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനിടെ ചില അസ്വാരസ്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നീട് വിവരം അറിഞ്ഞെത്തിയ താലൂക്ക് തഹസിൽദാർ TP കിഷോർ, ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി എന്നിവർ സ്ഥലത്തെത്തി പ്രശ്നത്തിൽ ഇടപെടുകയായിരുന്നു. തുടർന്ന് ഇവരുടെ സാന്നിധ്യത്തിലാണ് JCB ഉപയോഗിച്ച് കടകൾക്ക് മുന്നിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന പ്രവൃത്തികൾ നടത്തിയത്. ഒരു തരത്തിലുള്ള കയ്യേറ്റങ്ങളും അനുവദിക്കില്ലെന്ന് താലൂക്ക് തഹസിൽദാർ പറഞ്ഞു. നേരത്തെ കച്ചവടക്കാർക്ക് നോട്ടീസ് നൽകിയതിനു ശേഷമാണ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നത്. ബാക്കിയുള്ള കയ്യേറ്റങ്ങളും കണ്ടെത്തി അവ ഒഴിപ്പിച്ച് പാത നിർമ്മാണമായി മുന്നോട്ട് പോകുമെന്നും എത്രയും വേഗം നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമെന്നും താലൂക്ക് തഹസിൽദാർ TP കിഷോർ പറഞ്ഞു. വ്യാപകമായുള്ള കയ്യേറ്റങ്ങൾ പല ഭാഗത്തും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചുകൊടുക്കുന്നത്. നിയമപ്രകാരം സർവേ ചെയ്ത് എല്ലാ ഭാഗങ്ങളും കയ്യേറ്റം കണ്ടെത്തിയതിനെ തുടർന്ന് നിയമാനുസരണം കക്ഷികൾക്ക് നോട്ടീസ് കൊടുത്ത് കയ്യേറ്റം ഒഴിപ്പിക്കുന്ന പ്രവൃത്തിയാണ്. വളരെ സഹകരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന്, അതായത് കെട്ടിട ഉടമസ്ഥന്മാരുടെ ഭാഗത്തുനിന്നൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബലപ്രയോഗം ഇല്ലാതെ തന്നെ നമ്മൾ ഇവിടുന്ന് കയ്യേറ്റം ഒഴിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാത നിർമ്മാണ കമ്പനി അധികൃതരും റവന്യൂ സംഘത്തിനൊപ്പമുണ്ടായിരുന്നു. മിൽമ ചില്ലിംഗ് പ്ലാന്റ് വരെ മെറ്റലിംഗ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയാൽ BM ടാറിംഗ് നടത്തും. ഇതിനുശേഷമായിരിക്കും പട്ടാമ്പി ടൗൺ ഭാഗത്തേക്ക് പ്രവൃത്തികൾ ആരംഭിക്കുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി.
പെരിങ്ങോട്ടുകുറിശ്ശിയിൽ വഴിയിടം വിശ്രമകേന്ദ്രം നാടിന് സമർപ്പിച്ചു. വിശ്രമകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി നിർവഹിച്ചു. പഞ്ചായത്തിന്റെ 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് വിശ്രമകേന്ദ്രം നിർമ്മിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മനോജ് അധ്യക്ഷനായി. ജനപ്രതിനിധികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്തിലെ പരുത്തിപ്പുള്ളി കൃഷിഭവന് സമീപമാണ് വഴിയിടം സ്ഥാപിച്ചിട്ടുള്ളത്. 5 ലക്ഷം രൂപ പഞ്ചായത്ത് പദ്ധതിയിൽ വെച്ചിട്ടാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നു മുതൽ നമ്മൾ ഇതിന്റെ താക്കോല് ആരെങ്കിലും ഒരാളെ ഏൽപ്പിച്ചുകൊണ്ട് ഇന്ന് കൈമാറുന്നതായിരിക്കും. യൂത്ത് ബ്രിഗേഡ് ഷൊർണൂർ ബ്ലോക്ക് തല സംഗമം വാണിയംകുളത്ത് നടന്നു. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം PV രതീഷ് ഉദ്ഘാടനം ചെയ്തു. വക്കീല കോടതിയിലാവണമെങ്കിൽ വോട്ട് ധരിക്കുന്നത് പോലെ ഇവിടെ യൂത്ത് ബ്രിഗേഡിന്റെ സംഗമത്തിൽ നമുക്ക് ടീഷർട്ട് വേണം. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഭൂരിപക്ഷം പേരും അത് ധരിക്കാതെ വന്ന് നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് എനിക്കറിയില്ല. ഇല്ലാത്ത ആളുകളുണ്ട്. ഒന്ന് കൈവന്നില്ല. യൂത്ത് ബ്രിഗേഡിന്റെ യൂണിഫോം ഇല്ലാത്ത 5-6 ബാങ്കിലേക്ക് വന്നാൽ മതി. നമ്മൾ ജോലി സ്ഥലത്ത് നിന്നാവും വരുന്നുണ്ടാവും. DYFI ബ്ലോക്ക് പ്രസിഡന്റ് K രാഹുൽദാസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി C രാഗേഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ശലീഷ ശങ്കർ, ബ്ലോക്ക് കോർഡിനേറ്റർ K മണികണ്ഠൻ, ട്രഷറർ U ശ്രീജിത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ പാലക്കാട്ട് നടന്നു. PNT എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് ഹാളിൽ ചേർന്ന കൺവെൻഷൻ SCFWA സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി TK ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ നേട്ടത്തിന്റെ ഫലമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആയുർദൈർഘ്യം കൂടിയിട്ടുണ്ട്. ആയുർദൈർഘ്യം കൂടുന്നത് മാത്രമല്ല, മുമ്പത്തെ പോലെയുള്ള കൂട്ടുകുടുംബ വ്യവസ്ഥ മാറി അണുകുടുംബ വ്യവസ്ഥയായി തീർന്നു. അപ്പം അതുകൊണ്ട് തന്നെ വയോജനങ്ങൾ കുടുംബത്തിൽ നിന്നും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഒരു പ്രശ്നം എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ പല ഗവൺമെന്റുകളും അലസതയാണ് കാണിക്കുന്നത്. SCFWA പാലക്കാട് ജില്ലാ പ്രസിഡന്റ് TS പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. KP കുഞ്ഞിരാമൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി MA പൊന്മല മാസ്റ്റർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ VA രാജൻ മാസ്റ്റർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. വനിതാ വിംഗ് സംസ്ഥാന കമ്മിറ്റി അംഗം K കുമാരി സതീന്ദ്രൻ, പാലക്കാട് ജില്ലാ കൺവീനർ KP സ്വർണലത, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ PC ഏലിയാമ്മ, K രേണുകാദേവി ടീച്ചർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി KP രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തോൽനൂർ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. KPCC നിശ്ചയിച്ച 53ഓളം ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങാണ് നടന്നത്. കുത്തന്നൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടിയിൽ തരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് P ബാലൻ അധ്യക്ഷനായി. DCC സെക്രട്ടറിമാരായ ശാന്ത ജയറാം, സരസ്വതി രാമചന്ദ്രൻ, തരൂർ UDF ചെയർമാൻ മനോജ് കുമാർ, കുത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT സഹദേവൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ഹരിദാസൻ കുത്തന്നൂർ, മോഹൻകുമാർ കോട്ടായി, സുരേഷ് പെരുങ്ങോട്ടുകുറിശ്ശി, അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. അഖില കേരള എഴുത്തച്ഛൻ സമാജം ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റി വൈവാഹികം 2024 പരിപാടി സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം ഗോപികാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സമാജം രക്ഷാധികാരി K ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആചാര്യവന്ദനത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. എഴുത്തച്ഛൻ സമാജം ഒറ്റപ്പാലം താലൂക്ക് പ്രസിഡന്റ് P സോമസുന്ദരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രമേഷ് കൊളേരി സ്വാഗതം പറഞ്ഞു. വൈവാഹിക സംഗമം സംബന്ധിച്ച് താലൂക്ക് സംഘടനാ സെക്രട്ടറി N നാരായണൻകുട്ടി വിശദീകരിച്ചു. താലൂക്ക് വൈസ് പ്രസിഡന്റ് പ്രേമലത, വാർഡ് മെമ്പർ ആശ, സംസ്ഥാന സമിതി അംഗം C കൃഷ്ണനുണ്ണി എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്തിന് പുറത്തുനിന്നുമായി 900ഓളം യുവതീ യുവാക്കൾ രക്ഷിതാക്കൾക്കൊപ്പം സംഗമത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പറളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പറളി ചെക്ക് പോസ്റ്റ് സെന്ററിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം.
ഭൂപസ്കേട നിയമം പോലെ, കർഷക തൊഴിലാളി നിയമം പോലെ, ചുമട്ടുതൊഴിലാളി നിയമം പോലെ, വിദ്യാഭ്യാസ സംരക്ഷണ നിയമം പോലെ നിരവധി നിയമനിർമ്മാണങ്ങൾക്ക് തുടക്കം കുറിച്ച, നേതൃത്വം കൊടുത്ത സംസ്ഥാനമാണ് കേരളം. കേരളത്തിനും ഇന്ത്യക്കും അഭിമാനിക്കാൻ കഴിയാവുന്ന നിരവധി നേതാക്കന്മാർ മുഖ്യമന്ത്രിയായ സംസ്ഥാനമാണ് കേരളം. നമുക്കെതിരായ രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും ഇന്ത്യയിൽ കേരളത്തിലെ എല്ലാ ജനങ്ങളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അംഗീകരിക്കുന്ന സംഘടന മൂരിപ്പാടിനെ പോലെ സംസ്ഥാനത്തെ മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക, രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയവർക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷേധ കൂട്ടായ്മയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി വിനയൻ അധ്യക്ഷനായി. മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ്, കവിത മണികണ്ഠൻ, P സ്വാമിനാഥൻ, KM അബ്ദുൽ സത്താർ, ബ്രിജേഷ് പ്രേം, C അച്യുതൻ, ഉണ്ണികൃഷ്ണൻ കേരളശ്ശേരി, MR ഗുരുവായൂരപ്പൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വാണിയംകുളത്ത് പ്രതിഷേധ കൂട്ടായ്മ നടത്തി. UDF പാലക്കാട് ജില്ലാ കൺവീനർ P ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കണമെന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കണം. പ്രതിഷേധ കൂട്ടായ്മ പാലക്കാട് ജില്ലാ UDF കൺവീനർ P ബാലഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ജനദ്രോഹ സർക്കാരിനെതിരായി കഴിഞ്ഞ എത്ര വർഷക്കാലമായി ഉന്നയിച്ച ആക്ഷേപങ്ങളെക്കാൾ ഏറെ ഒരുപക്ഷെ സജീവമായി ഈ സംസ്ഥാനം ചർച്ച ചെയ്യപ്പെടുന്ന ദുരൂഹത നിറഞ്ഞ വിഷയങ്ങളെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മാഫിയ സർക്കാർ എന്നാണ് ഈ സർക്കാരിനെ കുറിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ ദൃശ്യപത്ര മാധ്യമങ്ങളും പ്രതിപക്ഷവും മാത്രമല്ല ഈ സർക്കാരിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച മാർക്സിസ്റ്റ് പാർട്ടിയും അതിലെ മുന്നണിയുടെ ആളുകൾ വരെ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. വയനാട് ദുരന്തത്തെക്കാൾ ഏറെ കേരളം അനുഭവിക്കുന്ന സംസ്ഥാന ദുരന്തമായി കേരളത്തിൻ്റെ പിണറായി വിജയൻ സർക്കാർ മാറിയ സാഹചര്യത്തിലാണ്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ VKP വിജയനുണ്ണി, TK ഹമീദ്, K കൃഷ്ണകുമാർ, VK ശ്രീകൃഷ്ണൻ, ശിവപ്രകാശൻ മാസ്റ്റർ, വിജയപ്രകാശ് ശങ്കർ, പാലൊളി ഹുസൈൻ, മുരളി മാസ്റ്റർ, MP പ്രേംകുമാർ, കൃഷ്ണദാസ്, OM ഗോപികൃഷ്ണൻ, ശാന്ത, കലാരാജൻ, ഷീജ, കൃഷ്ണൻ നമ്പൂതിരി, വേണുഗോപാലൻ മാസ്റ്റർ, അഷറഫ്, VK രാധാകൃഷ്ണൻ, മൊയ്തു, സുനിൽ, ജയരാജൻ, കുമാർ, വിജിത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേലെ പട്ടാമ്പിയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കുക, രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടിയെടുക്കുക, ആഭ്യന്തര വകുപ്പിലെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഒരു കാര്യം അടിവരയിട്ട് പറയുകയാണ്, കേരളത്തിൽ കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പണി എന്താണെന്ന് ചോദിച്ചാൽ RSSന്റെ ആസ്ഥാനമായ നാഗ്പൂരിൽ, ആ നാഗ്പൂരിൽ നിന്ന് മോഹൻ ഭഗവത് എഴുതിത്തരുന്ന DGPയുടെ ADGPയുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന പണിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും മറിച്ചൊരു മറുപടി ഉണ്ടോ എന്നാണ് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ ഞങ്ങൾക്ക് ഇതോട് ചോദിക്കാറുണ്ട്. മോഹൻ ഭഗവത് തരുന്ന ലിസ്റ്റ്, ആ ലിസ്റ്റ് പ്രഖ്യാപിക്കുന്ന പണിയാണ് കേരളത്തിൽ. ഇവിടെ നടന്ന സംബന്ധം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിനകത്ത് വിഷയം എന്തിനാണ് തൃശ്ശൂരിൽ പൂരം കലക്കിയത് എന്നുള്ള ചോദ്യമാണ്. പ്രതിഷേധ കൂട്ടായ്മയിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ് അധ്യക്ഷനായി. DCC സെക്രട്ടറി P ഉണ്ണികൃഷ്ണൻ, ജിതേഷ് മൊഴിക്കുന്നം, KR നാരായണസ്വാമി, ഉമ്മർ കീഴായൂർ, സെയ്ദ് കോടനാട്, K സന്തോഷ് കുമാർ, K അഭിലാഷ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ, പോഷക സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് തരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തോലനൂർ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു.
എന്തിനു വേണ്ടിയാണ് ഈ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ക്രമസമാധാനം പുലർത്തേണ്ടവർ, പാലിക്കേണ്ടവർ ക്രമസമാധാനം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈ പൂരം കലക്കിയെ പോലെയുള്ള ആൾക്കാരെ ഈ നമ്മുടെ കേരളത്തിന് അപമാനമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളെ കുറിച്ച് ശക്തമായി പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക, മുഖ്യമന്ത്രി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുത്തന്നൂർ കളപ്പാറ സെന്ററിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയിൽ തരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ബാലൻ അധ്യക്ഷനായി. DCC സെക്രട്ടറിമാരായ ശാന്ത ജയറാം, സരസ്വതി രാമചന്ദ്രൻ, തരൂർ UDF ചെയർമാൻ മനോജ് കുമാർ, കുത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT സഹദേവൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ഹരിദാസൻ, മോഹൻകുമാർ, സുരേഷ്, അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് VB ശശിധരൻ സ്വാഗതവും ഉമ്മറുൽ ഫാറൂഖ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൃശൂരിന്റെ മലയോര കാർഷിക മേഖലയായ വടക്കാഞ്ചേരിയുടെ നെൽകൃഷി രംഗത്ത് സമഗ്ര യന്ത്രവൽക്കരണത്തിന്റെ പുത്തനുണർവ്. മേഖലയിൽ നെൽകൃഷി പൂർണ്ണമായും യന്ത്രവൽക്കരിച്ചതോടെ പരമ്പരാഗത കൃഷിരീതികളിലെ പ്രതിസന്ധികളെ അതിജീവിക്കുകയാണ് തലപ്പള്ളിയിലെ കർഷക സമൂഹം. വടക്കാഞ്ചേരിയിലെ പരമ്പരാഗത നെൽകൃഷി രംഗത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. കാലാവസ്ഥ അനുകൂലമായതോടെ നെൽകൃഷിക്കായുള്ള ഞാറുനടിയിൽ സജീവമായി. സ്വന്തം നാട്ടുകാർ നെൽകൃഷിയിൽ നിന്നും പടിയിറങ്ങിയതോടെ ബംഗാൾ സ്വദേശികളായ യുവാക്കളാണ് ഞാറുനടൽ, മരുന്നടി തുടങ്ങിയ ജോലികൾ ചെയ്തു വന്നിരുന്നത്. എന്നാൽ കാലക്രമേണ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കൂലി വർദ്ധിച്ചതും ജോലിയിലെ അശ്രദ്ധയും കർഷകരെ വലിയ പ്രതിസന്ധിയിലാക്കി. പാടത്തിൻ്റെ അരികുകളിലെല്ലാം നല്ല രീതിയിൽ നടുന്ന ഇതര സംസ്ഥാനക്കാർ കണ്ടത്തിന് നടുക്കെത്തിയാൽ രീതി മാറുമെന്നാണ് കർഷകരുടെ പരാതി. ഈ സാഹചര്യത്തിലാണ് കർഷകർ പൂർണ്ണമായും യന്ത്രങ്ങളിലേക്ക് തിരിഞ്ഞത്. വരമ്പുവെക്കലും കളപറിക്കലും ഒഴിച്ചാൽ ഞാറുനടൽ, മരുന്നുതളി, കൊയ്ത്ത് തുടങ്ങിയവയെല്ലാം ഇപ്പോൾ യന്ത്രങ്ങളാണ് ചെയ്യുന്നത്. ഇത് ഏറെ സമയവും പണവും ലാഭിക്കുന്നതായും കർഷകർ സാക്ഷ്യപ്പെടുത്തുന്നു. 1 മണിക്കൂർ കൊണ്ട് 1/2 ഏക്കർ വയലിൽ ഞാറുനടൽ പൂർത്തിയാക്കാൻ യന്ത്രങ്ങൾക്ക് കഴിയും. ഏക്കറിന് 5000 രൂപ മുതൽ 6000 രൂപ വരെ മാത്രമേ യന്ത്രം ഉപയോഗിക്കുന്നതിന് ചിലവ് വരൂ എന്നതും കർഷകരെ യന്ത്രവൽക്കരണത്തിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകമാണ്. പാടശേഖര സമിതികളും ഇപ്പോൾ യന്ത്രവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായി കുറഞ്ഞ സമയത്തിനുള്ളിൽ മുഴുവൻ പാടശേഖരങ്ങളിലും നടിയിൽ പൂർത്തിയാകുന്നതിനാൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള മരുന്നുതളി, കൊയ്ത്ത് തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഒരേ സമയവും കൂടുതൽ കാര്യക്ഷമവുമായി നടത്താൻ സാധിക്കുന്നതായും കർഷകർ പറയുന്നു. വടക്കാഞ്ചേരി കൃഷിഭവന്റെ കീഴിലുള്ള 200 ഏക്കർ പാടശേഖരത്തിൽ ഉമാ നെൽവിത്ത് ഉപയോഗിച്ച് തയ്യാറാക്കിയ ഞാറുനടൽ പുരോഗമിക്കുകയാണ്. എങ്കക്കാട് കിഴക്ക്, പടിഞ്ഞാറ് തുടങ്ങിയ പാടശേഖരങ്ങളിലാണ് ഇപ്പോൾ നടിയിൽ നടക്കുന്നത്. പണ്ട് മനുഷ്യശക്തിയാണ് കൃഷിയുടെ അടിസ്ഥാനമായിരുന്നതെങ്കിൽ ഇന്ന് സാങ്കേതികവിദ്യയും യന്ത്രവൽക്കരണവും നെൽകൃഷിയിലും വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. യന്ത്രങ്ങൾ കൃഷിയെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരവുമാക്കുന്നുണ്ടെങ്കിലും യന്ത്രവൽക്കരണം മൂലമുണ്ടാകുന്ന തൊഴിൽ നഷ്ടം പ്രധാന വെല്ലുവിളിയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പെട്രോളിനും ഡീസലിനും കേന്ദ്ര സർക്കാർ 1 രൂപ വർദ്ധിപ്പിച്ചാൽ പോലും ചങ്കിടിപ്പേറുന്നവരാണ് നമ്മളിൽ പലരും. പക്ഷേ വളത്തൂർ നഗർ, നെടുമ്പുഴ, കാരാഞ്ചേരി വീട്ടിൽ ആരിഫിനെ സംബന്ധിച്ച് അത്തരം അലട്ടലുകളൊന്നും ഒരു തരത്തിലും ബാധിക്കില്ല. കാരണം പുള്ളിക്കാരന്റെ യാത്രകളൊക്കെ ഇപ്പോഴും കാളവണ്ടിയിലാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ആരിഫ് തന്റെ തൊഴിലിടങ്ങളിലേക്ക് പോകുന്നതും കാളവണ്ടിയിൽ തന്നെ. തിരുവിതാംകൂറിലെ രാജഭരണകാലത്ത് താഴ്ന്ന ജാതിക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചതിനെതിരെ പ്രതിഷേധവുമായാണ് അയ്യങ്കാളി വില്ലുവണ്ടി ഓടിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് മനുഷ്യ സഞ്ചാരത്തിനായി വിപുലമായ മാർഗങ്ങളാണ് നിലവിൽ വന്നിട്ടുള്ളത്. യാത്രകൾക്കായി അനുദിനം വൈവിധ്യം നിറഞ്ഞ വാഹനങ്ങൾ തിരഞ്ഞെടുക്കുന്നവരും ഏറെയാണ്. കാലം എത്ര കഴിഞ്ഞാലും ഇപ്പോഴും പ്രകൃതി സൗഹൃദമായ യാത്രകളോടുള്ള പ്രിയമാണ് ആരിഫിനെ കാളവണ്ടി യാത്രകളോട് അടുപ്പിക്കുന്നത്. എനിക്ക് എൻ്റെ വാപ്പൻ്റെ മുതൽ ചെറുപ്പം മുതലേ കാളവണ്ടി ഉള്ളതാണ്. ഇപ്പോൾ വാപ്പ മരിച്ചതിന് ശേഷവും ഞാനിത് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ കിട്ടിയിട്ട് ഇപ്പോൾ ഒരു 10-12 വർഷമായി ഇത് ഞാനിപ്പോൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു.
12 വർഷത്തോളമായി ആരിഫ് കാളവണ്ടി ഓടിച്ചു വരുന്നു. തൊഴിലിടങ്ങളിലേക്ക് പോകുമ്പോൾ കാളകളെ മേച്ചിൽപ്പുറങ്ങളിലേക്ക് തുറന്നുവിടും. പിതാവ് പരേതനായ മുഹമ്മദിൽ നിന്ന് പിതൃസ്വത്തായി ലഭിച്ചതാണ് ആരിഫിന് കാളകൾ. കുടുംബങ്ങൾക്കൊപ്പം വിവിധ പരിപാടികൾക്കായി പോകുന്നതും കാളവണ്ടിയിൽ തന്നെയാണ്. ഭാര്യ ഷാജിദയ്ക്കും മക്കളായ ആദിയ, ഹാഷ്മി, ഹയ എന്നിവർക്കും പ്രിയം കാളവണ്ടി യാത്ര തന്നെ. ദിവസവും കാളകൾക്ക് അല്പം പിണ്ണാക്കും പരുത്തിക്കുരുവും മുദ്രയും നൽകിയാൽ അൺലിമിറ്റഡ് മൈലേജാണ് ലഭിക്കുകയെന്ന് ആരിഫ് പറയുന്നു. പെട്രോളിനും ഡീസലിനും 1 രൂപ വർദ്ധിച്ചാൽ പോലും നെഞ്ചിരിപ്പേറുന്നവർക്കിടയിൽ അത്തരം ആശങ്കകളൊന്നും ഒരു തരത്തിലും അലട്ടാതെ പ്രകൃതി സൗഹൃദമായ യാത്രയ്ക്കൊപ്പമാണ് ആരിഫ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പോലീസ് വലയം ഭേദിച്ച് പാലക്കാട് നഗരസഭാ കാര്യാലയത്തിലേക്ക് തള്ളിക്കയറാൻ പ്രവർത്തകർ പലതവണ ശ്രമിച്ചതോടെ സമരം നിർത്തിവെപ്പിച്ച് പോലീസ്. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ കർഷക ജനതാദൾ നടത്തിയ സമരമാണ് പോലീസ് നിർത്തിവെപ്പിച്ചത്. MP VK ശ്രീകണ്ഠന്റെ ഫണ്ട് ഉപയോഗിച്ച് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിച്ചെങ്കിലും പ്രാഥമിക ആവശ്യങ്ങൾ ഉൾപ്പെടെ പ്രാവർത്തികമാക്കാൻ നഗരസഭ തയ്യാറായിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് നാഷണൽ കർഷക ജനതാദൾ നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത്. നഗരസഭാ കവാടത്തിൽ മാർച്ചെത്തിയതും പ്രവർത്തകർ പോലീസ് വലയം ഭേദിക്കാൻ ശ്രമിച്ചു. നിരവധി തവണ പോലീസ് വലയം ഭേദിക്കാൻ ശ്രമം നടത്തിയതോടെ ഭാരവാഹികളായ സംസ്ഥാന നേതാവ് യൂസഫ് അലി മടവൂർ, ജില്ലാ ജനറൽ സെക്രട്ടറി വിൻസെന്റ്, മഹിളാ ജനതാദൾ ജനറൽ സെക്രട്ടറി നൌഫിയ നസീർ, നൂർജഹാൻ, സുരേഷ്, ഇർഷാദ് എന്നിവരെ ബലം പ്രയോഗിച്ച് പോലീസ് നീക്കുകയായിരുന്നു. പ്രധാന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിനു ശേഷം പോലീസ് സമരം നിർത്തിവെപ്പിച്ചു. പ്രതിഷേധ സൂചകമായി കത്തിക്കാനായി കൊണ്ടുവന്ന കോലം മതിലിൽ ചാരിവെച്ചാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത്. സമരം ചെയ്യാനുള്ള അവകാശം നിഷേധിച്ചത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് ജില്ലാ പ്രസിഡന്റ് സുഗതൻ, ഹംസ ചെമ്മനം എന്നിവർ പറഞ്ഞു. പരിപാടി പൂർത്തിയാക്കി ഞങ്ങൾ പിരിയുകയാണ്. ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് നഗരസഭയുടെ അമാന്തം മൂലം സ്തംഭിച്ചു കിടക്കുന്ന ബസ് സ്റ്റാൻഡ് പണി എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് നാഷണൽ ജനതാദൾ ഔപചാരികമായി ആവശ്യപ്പെടുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അന്ന സെബാസ്റ്റ്യൻ മരണവുമായി ബന്ധപ്പെട്ട് നിർമ്മല സീതാരാമൻ നടത്തിയ പ്രസ്താവന പിൻവലിച്ച് മാപ്പു പറയണമെന്ന് ഡിവൈഎഫ്ഐ. പ്രസ്താവനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റി വാണിയംകുളം ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകടനത്തിന് ശേഷം നടന്ന പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം PV രതീഷ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് സെക്രട്ടറി C രാകേഷ്, പ്രസിഡന്റ് K രാഹുൽദാസ്, ട്രഷറർ U ശ്രീജിത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് ശലീഷ ശങ്കർ, EK നിഷാദ്, മുഹമ്മദ് ഹാരിസ്, K മണികണ്ഠൻ, MK ഉണ്ണികൃഷ്ണൻ, പ്രജീഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. SSK ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വിഭാവനം ചെയ്യുന്ന ഓണച്ചങ്ങാതി പദ്ധതിയുടെ ഒറ്റപ്പാലം BRC തല ഉദ്ഘാടനം അമ്പലപ്പാറയിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ ഭാഗമായി ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നേടുന്ന BRCക്ക് കീഴിലെ വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വീടുകളിലെത്തി ഓണസമ്മാനങ്ങൾ കൈമാറി. അമ്പലപ്പാറ കടമ്പൂർ ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ആദിത്യന്റെ വീട്ടിൽ വെച്ച് നടന്ന BRC തല ഉദ്ഘാടനം അമ്പലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ നിർവഹിച്ചു. ഒരു കുട്ടി വളർന്നു വരിക എന്നുള്ളത് നമ്മുടെ നാടിന് അഭിമാനമാണ്. നമ്മുടെ നാടിന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും നിലനിൽക്കുന്നത് നല്ല പൗരന്മാരെ സൃഷ്ടിക്കുക എന്നതിലാണ്. നല്ല തരത്തിലുള്ള അവർക്ക് ജീവിക്കാനുള്ള അവസരം, അതേപോലെ തന്നെ അതിനുള്ള എല്ലാ കഴിവുകളും ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അവരെയും നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഭാഗമാക്കി നിർത്തിക്കൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ എല്ലാവിധത്തിലും ഉയർത്തിക്കൊണ്ടുവരിക. ഇപ്പൊ ഇവിടെ മാഷ് സൂചിപ്പിച്ചു, നമ്മുടെ ഓണച്ചങ്ങാതി എന്ന പരിപാടി നമുക്ക് എങ്ങനെയാണ് നീളുന്നത്? ഓണത്തിന്റെ ഇന്നിപ്പോ എന്നും ഓണാണ്. നമുക്ക് ഇന്ന് പണ്ട് മാവേലി നാട് വാണിയിടുന്ന കാലത്ത് ഒരു പ്രത്യേക ദിവസം അല്ലെ, എല്ലാം ഓണാണ്, അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ പട്ടിണിയും പരിവട്ടവും ഇല്ല എന്ന് തന്നെ പറയാം. ഒറ്റപ്പാലം BPC K പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. കടമ്പൂർ ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ K സുരേഷ്, BRC ട്രെയിനർ PM വെങ്കിടേശ്വരൻ,
അധ്യാപകരായ എൻ ഹരിദാസൻ, എം ബേബി എന്നിവർ പ്രസംഗിച്ചു. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഇ ഉഷ സ്വാഗതവും എം ടി ഷഫീർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ലോക പേവിഷബാധ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ പാലക്കാട് ബോധവൽക്കരണ സെമിനാർ നടത്തും. സെപ്റ്റംബർ 28-ന് പാലക്കാട് IMA ഹാളിലാണ് സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 100% വാക്സിനിലൂടെ വൈറൽ രോഗമായ റാബീസ് തടയാൻ കഴിയുമെങ്കിലും ഇന്നും ഈ രോഗം നിർണായക പൊതുജനാരോഗ്യ പ്രശ്നമായി തുടരുകയാണെന്ന് ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി. ഏകദേശം 18,000 മുതൽ 20,000 വരെ ആളുകളാണ് പ്രതിവർഷം ലോകത്ത് റാബീസ് മൂലം മരണപ്പെടുന്നത്. 99% കേസുകളും നായകടി മൂലം സംഭവിക്കുന്നതാണ്. കാലതാമസമുള്ള ചികിത്സയോ അവബോധത്തിൻ്റെ അഭാവമോ മൂലമാണ് പല മരണങ്ങളും സംഭവിക്കുന്നത്. കേരളത്തിൽ സമീപ വർഷങ്ങളിൽ പേവിഷബാധ വർദ്ധിച്ചു വരികയാണ്. തെരുവുനായ്ക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതും വാക്സിനേഷൻ കവറേജിലെ വിടവുകളുമാണ് ഇതിന് പ്രധാന കാരണം. പല കുടുംബങ്ങൾക്കും, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ ഉള്ളവർക്ക് പ്രഥമ ശുശ്രൂഷയെക്കുറിച്ചും സമയോചിതമായ വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനെക്കുറിച്ചും അറിവില്ലാത്തതാണ് പ്രശ്നമാകുന്നത്. ഇത് പരിഹരിക്കുന്നതിനാണ് വെറ്റിനറി അസോസിയേഷൻ ലക്ഷ്യം വെക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. പെയിന്റിംഗ് കോമ്പറ്റീഷനും നമ്മൾ നടത്തുന്നുണ്ട്. ഈ പ്രാവശ്യം വേൾഡ് റേബീസ് ഡേയുടെ തീം ബ്രേക്കിംഗ് റേബീസ് ബൗണ്ടറീസ് എന്നുള്ള തീമോട് കൂടിയിട്ടാണ് ഈ പ്രാവശ്യം ആഘോഷിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് നമ്മൾ സ്കൂളുകളിലൊക്കെ അറിയിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഇന്ന് വിളിച്ചിരിക്കുന്നത് അതിനും കൂടെയാണ്. നമ്മൾ ജില്ലയിലെ ഹൈസ്കൂൾ സ്റ്റുഡൻസിനായിട്ടാണ് ക്യൂസ് കോമ്പറ്റീഷനും അതുപോലെ തന്നെ പെയിന്റിംഗ് കോമ്പറ്റീഷനും IMA ഹാളിൽ വെച്ചിട്ട് 9:30-ക്കാണ് രജിസ്ട്രേഷൻ നടത്തുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ഈ കുട്ടികൾക്കായിട്ട് തന്നെ ഒരു അവയർനെസ് ക്ലാസ്സും കൂടെ ഉണ്ട്. ഇതിന്റെ പിന്നിൽ നമ്മളൊരു ഔട്ട്റീച്ച് പ്രോഗ്രാം കൂടെ നടത്തുകയാണ്. അതായത് ഒരു തുടക്കം കുറിക്കാണ്. ഇവരെ അംബാസഡറൈസ് ആക്കിക്കൊണ്ട് തന്നെ ഇവർക്കൊരു ഈ ക്ലാസ്സിന്റെ ഇത് കേട്ടത് കൊണ്ട് ഒരു അവയർനെസ് കിട്ടിയത് കൊണ്ട് തന്നെ വാക്സിനേഷൻ, അതുപോലെ പെറ്റ് ഓണർഷിപ്പ്, അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ്, ഇതിലൊക്കെ ഒരു അവയർനെസ് കൊടുത്തുകൊണ്ട് മറ്റ് സ്കൂളുകളിലും അല്ലെങ്കിൽ സമൂഹത്തിലും അവരൊരു ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ക്ലാസ് എടുക്കാൻ അന്ന് അവരെ സജ്ജമാക്കുക എന്നുള്ള ഒരു പ്രോഗ്രാമിന്റെ കൂടെ ഒരു സംസ്ഥാന പ്രോഗ്രാമായിട്ട് അന്ന് ഒരു ഉദ്ഘാടനം ഒരു തുടക്കം കുറിക്കുന്നുണ്ട്. പ്രസിഡന്റ് ഡോക്ടർ PS ഭാഗ്യലക്ഷ്മി, സെക്രട്ടറി ഡോക്ടർ ദിലീപ് ഫൽഗുനൻ, ട്രഷറർ ഡോക്ടർ K വിഷ്ണു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രിയെ കാണുമ്പോൾ കവാത്തു മറക്കുന്നത് CPIയുടെ നാശത്തിനെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്തിന്റെ താവളം. സ്വന്തം രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരായ ADGPയെയും P ശശിയെയും മുഖ്യമന്ത്രി സംരക്ഷിക്കും. പൂരം കലക്കിയതിൽ ആരോപണവിധേയനായ ADGP തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട് ആരും വിശ്വസിക്കില്ലെന്നും മുഖ്യമന്ത്രിയുടെയും പരിവാരങ്ങളുടെയും അധികാരധാർഷ്ട്യം ഏറെ നാൾ നിലനിൽക്കില്ലെന്നും രമേശ് ചെന്നിത്തല. ഇറിഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കത്തെ തുടർന്ന് തൃശൂരിൽ യുവാവിനെ മർദ്ദിച്ചു കൊന്ന സംഭവത്തിൽ 5 പേർ പോലീസ് കസ്റ്റഡിയിൽ. സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന് പോലീസ്. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് തമിഴ്നാട് സ്വദേശി ചാൾസ് ബെഞ്ചമിൻ എന്ന അരുൺ. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിന്റെ പേരിൽ പ്രതിക്കൂട്ടിലായത് ഇടതുപക്ഷമെന്ന മുൻമന്ത്രി VS സുനിൽകുമാർ. പൂരം നിർത്തിവെക്കാൻ ആരാണ് തീരുമാനിച്ചതെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാകും. തൃശൂർ പൂരത്തെ NDA സ്ഥാനാർത്ഥിയുടെ രാഷ്ട്രീയ വിജയത്തിന് കരുവാക്കിയെന്നും VS സുനിൽകുമാർ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ കോൺഗ്രസിന്റെ പ്രതിഷേധ കൂട്ടായ്മ. ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കണം. രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കോൺഗ്രസ്. വന്യജീവികളിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെട്ട് ഒലവക്കോട് DFO ഓഫീസിലേക്ക് കർഷക സംഘം മാർച്ച്. കർഷക സംരക്ഷണം എന്ന ഇടതു സർക്കാർ നയത്തെ തുരങ്കം വയ്ക്കാനുള്ള ചില ഉദ്യോഗസ്ഥരുടെ ശ്രമം വെച്ചുപൊറുപ്പിക്കില്ലെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ. സഹകരണ മേഖല ജനവിരുദ്ധമാണെന്ന തോന്നലുണ്ടായതിന് ഉത്തരവാദി സംസ്ഥാന സർക്കാരെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. സഹകരണ മേഖലയെ സർക്കാരിന്റെ ധൂർത്തടിക്കാൻ പണം കണ്ടെത്തുന്ന മേഖലയാക്കി മാറ്റി. വേതന കുടിശ്ശിക ആവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് അസോസിയേഷൻ ധർണ. പാലക്കാട് കുളപ്പള്ളി പാതയിലെ കല്ലേക്കാട് ബസ് ഇടിച്ച് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. മരിച്ചത്
കല്ലേക്കാട് സ്വദേശി 21 വയസ്സുള്ള ഷാമിൽ. പട്ടാമ്പി കൂറ്റനാട് പാതയിലെ വാവന്നൂരിൽ നിയന്ത്രണം വിട്ട കാർ കുറ്റിക്കാട്ടിലേക്ക് പാഞ്ഞുകയറി. കാറിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഡ്രൈവിംഗ് ടെസ്റ്റ് നടപടികൾ വേഗത്തിലാക്കാൻ അധിക ബാച്ച് അനുവദിച്ച് പട്ടാമ്പി RTO. ഒക്ടോബർ മാസത്തിൽ 12 അധിക ബാച്ച് അനുവദിച്ചതിലൂടെ 480 പേർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനാകും. പട്ടാമ്പിയിലേത് മറ്റ് ഓഫീസുകളിലും നടപ്പാക്കാവുന്ന മാതൃക. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.